ഹലോ ഫ്രണ്ട്സ്, PowerPoint ബേസിക് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് PowerPointലേക്ക് എങ്ങനെയാണ് ഒരു ടേബിൾ ആഡ് ചെയ്യുന്നതെന്ന് പരിചയപ്പെടാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ടേബിൾ ഇൻസേർട്ട് ചെയ്യാനായി ഇവിടെ ഇൻസേർട്ട് ടാബിൽ നിന്നും ടേബിൾ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ചെറിയ ടേബിൾസ് എല്ലാമാണ് വേണ്ടതെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. എത്ര റോസും എത്ര കോളംസുമാണ് ആവശ്യമുള്ളതെന്നനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. അതല്ല, ഇത് അവൈലബിൾ അല്ലാത്ത രീതിയിലുള്ള ഒരു ടേബിൾ ആണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഇൻസേർട്ട് ടേബിൾ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും നൽകി നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 റോയും 2 കോളവും നൽകി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഇപ്പോൾ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ടേബിൾ ക്രിയേറ്റ് ആയപ്പോൾ തന്നെ ഇവിടെ 2 ടാബുകൾ അഡീഷണൽ ആയി വന്നത് നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ ടാബായ ടേബിൾ ഡിസൈനിലുള്ള ഓപ്ഷൻസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. സോ ടേബിൾ സ്റ്റൈൽസ് എന്നുള്ള ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടേബിളിന്റെ സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് രീതിയിലാണോ നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു സ്റ്റൈൽ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഈ ടേബിളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകാനായി ഏത് സെല്ലിലാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. സോ ഇവിടെ ഞാൻ ഐറ്റംസ് എന്ന് നൽകുന്നു. അടുത്ത റോയിൽ ഐറ്റം 1 എന്ന് നൽകുന്നു. നെക്സ്റ്റ് കോളത്തിൽ നമ്പേഴ്സ് എന്നും നൽകുന്നു. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു 10 ടൈപ്പ് ചെയ്യുകയാണ്. സോ നമ്മളിപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞാണ് തോന്നുന്നത് എനിക്ക് ഒരു റോ കൂടി വേണമായിരുന്നു, അല്ലെങ്കിൽ ഒരു കോളം കൂടി വേണമായിരുന്നു. സോ നമുക്ക് ഇതിലേക്ക് അഡീഷണലായി ഒരു റോയോ കോളമോ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. തൽക്കാലം ഒരു റോ ആണ് എനിക്ക് ആവശ്യമെങ്കിൽ എനിക്ക് ഇതിന് താഴെ ഒരു റോ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെക്കുക. അതിനായി ഞാൻ ഈ റോ സെലക്ട് ചെയ്ത് ഇവിടെ ലേഔട്ട് എന്ന ടാബിൽ നിന്നും ഇൻസേർട്ട് ബിലോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സോ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു റോ കൂടി ആഡ് ആയി. ഇനി ഒരു കോളമാണ് വേണ്ടതെങ്കിൽ എനിക്കിപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു കോളം കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ലേഔട്ടിൽ നിന്നും ഇൻസേർട്ട് റൈറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ കൂടി ഒരു ഐറ്റം ടൈപ്പ് ചെയ്ത് നൽകുകയാണ്. ഈ ഒരു സെല്ലൊന്ന് ഹൈലൈറ്റ് ചെയ്യണം ഒരു കളർ ഉപയോഗിച്ച്. ഈ ഒരു സെൽ ക്ലിക്ക് ചെയ്ത് ടേബിൾ ഡിസൈൻ എന്ന ടാബിൽ നിന്നും ഇവിടെ ഷെയ്ഡിങ് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു യെല്ലോ സെലക്ട് ചെയ്യും. സോ നമുക്ക് ഏത് സെല്ലാണോ ആവശ്യം ആ സെല്ല് മാത്രം ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റോ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ, അതിനായി വീണ്ടും ഈ റോയിൽ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്ത് ലേഔട്ട് എന്ന ടാബിൽ നിന്നും ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിലെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് റോസ്, ഡിലീറ്റ് കോളംസ്, അല്ലെങ്കിൽ ടേബിൾ തന്നെ മുഴുവൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ ഡിലീറ്റ് റോസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റോ ഡിലീറ്റ് ആയിപ്പോയി. ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് സെല്ലുകൾ തമ്മിൽ മെർജ് ചെയ്ത് ഒരേ കാര്യം തന്നെ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഈ ഐറ്റംസ് എന്നുള്ളതും ഐറ്റം 1 എന്നുള്ളതും 2 സെല്ലും ചേർത്ത് എനിക്ക് ഒരൊറ്റ സെല്ലായിട്ട് വേണമെങ്കിൽ ഇവ രണ്ടും സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഇവിടെ മെർജ് സെൽസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഈ 2 സെല്ലും ഒന്നായി. സോ ഇതിലെ ഹെഡിങ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ടേബിളിൻ്റെ ഏറ്റവും മുകളിലത്തെ വരിയിലായിട്ടാണ്. പക്ഷെ എനിക്കിപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് വേണമെന്ന് വിചാരിക്കാം. അതിനായി ഈ സെല്ല് ക്ലിക്ക് ചെയ്ത് അലൈൻമെന്റ് എന്നുള്ള ഗ്രൂപ്പ് കാണാം. അതിൽ നിന്നും ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, അലൈൻ സെന്റർ വെർട്ടിക്കലി. സോ ഇപ്പോൾ അത് സെൻറ്ററിലായിട്ട് വന്നു. ഇനി അത് താഴെ റോയിലാണ് വേണ്ടതെങ്കിൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സെൻറ്റർ തന്നെ നൽകുന്നു. അതിനുശേഷം ഇതിപ്പോൾ വീണ്ടും ഈ സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അറേഞ്ച് ആയിരിക്കുന്നത്. പക്ഷെ എനിക്കതിനെ ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ ഈ ആദ്യത്തെ റോയിൽ ഇവിടെ സെൻറ്റർ ക്ലിക്ക് ചെയ്യാം. സോ ഇതിപ്പോൾ
സെൻറ്ററിലായിട്ട് അറേഞ്ച് ആയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ സെല്ലിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടേണ്ടതായിട്ട് വരും. എനിക്കിപ്പോൾ ഈ ഒരു സെല്ലിൻ്റെ വലിപ്പം ഒരല്പം കൂട്ടണമെന്ന് വയ്ക്കുക. അതിനായി ഞാൻ ഈ ഒരു ലൈനിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ കർസർ കൊണ്ടുവരുമ്പോൾ രണ്ട് ഹൊറിസോണ്ടൽ ലൈനും മുകളിലേക്കും താഴേക്കും ഒരു ആരോയുമായിട്ടുള്ള സമയത്ത് നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിൻ്റെ വലിപ്പം കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുന്നു. സോ ഇപ്പോൾ നമ്മൾ ഈ സെല്ലിൻ്റെ വലിപ്പം കൂട്ടി. ഇനി അതുപോലെ തന്നെ കുറയ്ക്കുന്നതിനായി തിരിച്ച് മുകളിലേക്ക് ആക്കുക. ഇനി നമുക്ക് ഈ ടേബിളിൻ്റെ മൊത്തം സൈസാണ് ഇൻക്രീസ് ചെയ്യേണ്ടതെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് ഡ്രാഗ് ചെയ്താണ്. ഇനി ഈ ടേബിളിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കുന്നതിനായി നമ്മുടെ കർസർ ഇവിടെ ടേബിളിലേക്ക് കൊണ്ടുവരുമ്പോൾ 4 ഡയറക്ഷനിലേക്കും ഒരു ആരോ പോലെയുള്ള സിമ്പിൾ കാണാം. ആ സമയത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ ഒന്നാകെ മൂവ് ആവുന്നതാണ്. നമുക്ക് എവിടെയാണോ ആവശ്യം ആ ഒരു ഭാഗത്തേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാവുന്നതാണ്. സോ അത്രയുമായിരുന്നു ഒരു പവർ പോയിന്റിലേക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്ത് അതിൽ ഡീറ്റെയിൽസ് നൽകുന്ന വിധം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.